ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 മെയ് മാസം 28-ാം തീയതി, ഇടവമാസം 14-ാം തീയതി, ബുധനാഴ്ച. സമയം രാവിലെ 6 മണി. സ്വർണ്ണവില വീണ്ടും താഴേക്കിറങ്ങുകയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്നലെ രാവിലെ സ്വർണ്ണവില കുറഞ്ഞുവെങ്കിലും സംസ്ഥാനത്ത് ഉയർച്ച രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞിരുന്നു. ഇന്നലെ രാവിലെ പവന് 360 രൂപയും ഗ്രാമിന് 45 രൂപയും ഉയർന്ന സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം തകർച്ച നേരിട്ടു. പവന് 480 രൂപയും ഗ്രാമിന് 60 രൂപയുമാണ് കുറവ് രേഖപ്പെടുത്തിയത്. ഇതോടെ സംസ്ഥാനത്ത് 71,480 രൂപയിലാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വ്യാപാരം നടക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ $3,350 പരിധിയിലായിരുന്ന സ്വർണ്ണവില $3,300 താഴേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ട്രംപിൻ്റെ വ്യാപാര യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിച്ചത് ഡോളർ മൂല്യം ഉയർത്തുകയും സ്വർണത്തിന് ഡിമാൻഡ് കുറയുകയും ചെയ്തതാണ് സ്വർണ്ണവില കുറയാൻ കാരണമായത്. ഇന്ന് രാവിലെ സ്വർണ്ണവില നോക്കാം. ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $3,294. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,747 രൂപ, ഒരു പവൻ 77,978 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,310 രൂപ, ഒരു പവൻ 58,488 രൂപ. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 916 സ്വർണ്ണവില 1 ഗ്രാം 8,935 രൂപ, ഒരു പവൻ 71,480 രൂപ. സംസ്ഥാനത്ത് ഇന്ന് വെള്ളിവില 1 ഗ്രാം 110 രൂപ, 1 കിലോ 1,10,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്